ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൂർക്കമ്പലി അകറ്റാനുള്ള ഒരു ഹോം റെമഡിയാണ് പറയുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ചൊരു കാര്യങ്ങൾ പറയാം. കൂർക്കമ്പലിയുടെ ശീലമുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, അവർ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സൈഡ് ചരിഞ്ഞ് വേണം കിടക്കാനായിട്ട്. എപ്പോഴും മലർന്ന് കിടക്കുന്ന ശീലമാണ് നിങ്ങൾക്കെങ്കിൽ അത് പതുക്കെ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ കൂർക്കമ്പലി കുറയാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പില്ലോ ഉപയോഗിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ പില്ലോ മാറ്റിയിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് പെട്ടെന്ന് അത് മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വളരെ കട്ടി കുറഞ്ഞ പില്ലോയിലേക്ക് മാറ്റി അങ്ങനെ പില്ലോ ഒഴിവാക്കുക. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. കഴുത്തിൻ്റെ വേദന കാര്യങ്ങളൊക്കെ അകറ്റാനായിട്ട് നമ്മുടെ പില്ലോ ഉപയോഗിക്കുന്നത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ സാധിക്കും. ഇപ്പോൾ ഉറക്കം നന്നായിട്ട് കിട്ടും. ഈ കൂർക്കമ്പലിയുടെ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രാത്രിത്തെ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും കഴിച്ചിരിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഉറങ്ങുമ്പോൾ ഈ കൂർക്കമ്പലിയുടെ ശല്യം ഉള്ള ആൾക്കാർ, മറ്റുള്ളവർക്കത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ച് വേണം എടുക്കാനായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് കൊളസ്ട്രോൾ അകറ്റാനായിട്ടും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഏലക്കയുടെ തൊലി കളഞ്ഞിട്ടാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഇഞ്ചിക്ക് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് സഹായിക്കും. അത് നമ്മുടെ തൊണ്ടയ്ക്ക് ആശ്വാസം കിട്ടാനായിട്ടും നല്ലതാണ്. അതുവഴി തന്നെ കൂർക്കമ്പലി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി കഴിക്കാൻ പറ്റിയ പഴങ്ങളെന്ന് പറയുന്നത് പൈനാപ്പിൾ, വാഴപ്പഴം, ഓറഞ്ച്, ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് വഴി നല്ല ഉറക്കം കിട്ടാനും നമ്മുടെ ഈ ഒരു കൂർക്കമ്പലിയുടെ പ്രശ്നങ്ങൾ അകറ്റാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പകൽ ഉറങ്ങുന്ന ശീലമുള്ളവർക്കാണ് ഈ കൂർക്കമ്പലി എങ്കിൽ ആ പകൽ ഉറങ്ങുന്ന പ്രശ്നം, ആ ഒരു ശീലം ഒന്ന് ഒഴിവാക്കി നോക്കുക. അപ്പോൾ രാത്രി നന്നായിട്ട് ഉറക്കം കിട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം വെച്ചിരിക്കുന്നത് 1.5 ഗ്ലാസ്സാണ്. അത് നന്നായിട്ട് വറ്റി ഒരു ഗ്ലാസ്സായിട്ട് വറ്റി വരണം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് ഇളകി ആ വെള്ളത്തിലേക്ക് വരികയും ചെയ്യും. നമ്മൾ കൂടുതൽ വെള്ളം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ ഇത് തിളച്ച് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതിന് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഒരു തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 ഗ്ലാസ് വെള്ളം ആക്കിയാണ് നമ്മൾ വറ്റിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് നമ്മൾ കുടിച്ചാൽ മതി. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ 1/2 സ്പൂൺ തേനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ നിർബന്ധമൊന്നുമില്ല, മധുരം പാടില്ലാത്തവർ തേൻ ഒഴിവാക്കിയിട്ടും കഴിക്കാം കേട്ടോ. നല്ല ഉറക്കത്തിനൊക്കെ നല്ലതാണല്ലോ തേൻ. ഈ ഡ്രിങ്ക് കഴിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട്, അല്പസമയം മുൻപായിട്ട് നമുക്ക് കഴിക്കാം. ഒരു അരമണിക്കൂർ മുമ്പൊക്കെ നമുക്ക് കഴിക്കുകയാണെങ്കിൽ നല്ല ഉറക്കവും കിട്ടും, നമുക്ക് സുഖമായിട്ട് ഉറങ്ങാനും സാധിക്കും. ആ ഒരു രീതിയിൽ നമുക്കിത് ഡെയിലി കഴിക്കാവുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കൂർക്കമ്പലിയുടെ പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നല്ല ഉറക്കത്തിനുള്ള ടിപ്സുകളൊക്കെ അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.